ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്ന കാട്ടാളൻ എന്ന ചിത്രത്തിന്റെ തീം മ്യൂസിക് പുറത്ത്. സംഗീത സംവിധായകൻ രവി ബസ്രൂർ ഒരുക്കിയ തീം മ്യൂസിക് ഇതിനോടകം തന്നെ ശ്രദ്ധേയമാണ്. മെയ് മാസത്തിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് പ്രഖ്യാപിച്ചത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലെത്തിയ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ എന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റുകളും ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയ്ക്കായി സംഗീത സംവിധായകൻ രവി ബസ്രൂർ ഒരുക്കിയ തീം മ്യൂസിക് പുറത്തിറക്കിയിട്ടുണ്ട്. മാർക്കോയ്ക്ക് ശേഷമാണ് വീണ്ടും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സുമായി രവി ബസ്രൂർ സഹകരിക്കുന്നത്. പാൻ ഇന്ത്യൻ സിനിമകളിൽ തന്റെ പവർഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ കൊണ്ട് തരംഗം സൃഷ്ടിച്ച രവി ബസ്രൂർ കാട്ടാളനിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന സൂചനയാണ് തീം മ്യൂസിക് നൽകുന്നത്. മെയ് മാസത്തിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സുമായി വീണ്ടും കൈകോർക്കുന്നുവെന്ന വാചകങ്ങളുമായി കഴിഞ്ഞ ദിവസം രവി ബസ്രൂറിനെ കാട്ടാളനിലേക്ക് സ്വാഗതം ചെയ്തുള്ള വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. കന്നഡയിലെ ശ്രദ്ധേയ സംഗീത സംവിധായകൻ അജനീഷ് ലോക്നാഥും കാട്ടാളനിൽ സംഗീതമൊരുക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിലൊന്നാണ് രവി ബസ്രൂർ. കന്നഡ സിനിമയെ ആഗോളതലത്തിലെത്തിച്ചതിൽ രവിയുടെ പശ്ചാത്തല സംഗീതം വഹിച്ച പങ്ക് വളരെ വലുതാണ്. KGF, സലാർ തുടങ്ങിയ സിനിമകളിലെ സംഗീതം തന്നെ അതിനുദാഹരണമാണ്. മാർക്കോയിലൂടെ മലയാളത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ വർഷം പുറത്തിറങ്ങാനിരിക്കുന്ന യശ് ചിത്രമായ ടോക്സിക്കാണ് അദ്ദേഹത്തിന് വരാനിരിക്കുന്ന വമ്പൻ പ്രൊജക്ട്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സുമായുള്ള രവി ബസ്രൂറിന്റെ രണ്ടാമത്തെ സഹകരണമാണിത്. രവിയുടെ സംഗീതം കാട്ടാളൻ സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. സംഗീതപ്രേമികളൊന്നടങ്കം ഈ മാന്ത്രിക സംഗീതത്തിനായി കാത്തിരിക്കുകയാണ്. 140 ദിവസത്തെ ഷെഡ്യൂളിന് ശേഷം അടുത്തിടെയാണ് കാട്ടാളൻ പാക്കപ്പ് ആയത്. ടി സീരീസാണ് സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഷിമാരു ആണ് ഡിജിറ്റൽ ആൻഡ് സാറ്റലൈറ്റ് ഡിസ്ട്രിബ്യൂട്ടർ പാർട്ണർ. വമ്പൻ സാങ്കേതിക മികവോടെയും വമ്പൻ ബജറ്റോടെയും എത്തുന്ന ചിത്രം മലയാളത്തിലെ തന്നെ മികച്ചൊരു ദൃശ്യവിസ്മയമാകുമെന്നാണ് ഏവരുടെയും പ്രതീക്ഷ. തമിഴ് സിനിമാ ലോകത്ത് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ തന്റേതായ ഇടം നേടിയെടുത്ത ദുഷാര വിജയനാണ് ചിത്രത്തിലെ നായിക. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ളവരും പാൻ ഇന്ത്യൻ താരങ്ങളുമടക്കം വലിയൊരു താരനിര തന്നെ ഒരുമിക്കുന്നുണ്ട്. പാൻ ഇന്ത്യൻ താരങ്ങളായ സുനിൽ, കബീർ ദുഹാൻ സിംഗ് എന്നിവരെയും ജഗദീഷ് സിദ്ദിഖ്, ആൻസൺ പോൾ, രാജ് തിരൺദാസു, ഷോൺ ജോയ് തുടങ്ങിയ ശ്രദ്ധേയ താരങ്ങളെയും റാപ്പർ ബേബി ജീനെയും ഹനാൻ ഷായെയും കിൽ താരം പാർത്ഥിവ് തിവാരിയെയും ലോക ഫെയിം ഷിവിനസ് രാഘവനെയും ഹിപ്സ്റ്റർ പ്രണവ് രാജിനെയും കോൾമി വെനത്തെയും ചിത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തിടെ പോസ്റ്ററുകൾ എത്തിയിരുന്നതും വലിയ ശ്രദ്ധ നേടിയിരുന്നു. സിനിമയുടെ ചിത്രീകരണത്തിന് തായ്ലൻഡിലായിരുന്നു തുടക്കം കുറിച്ചത്. ഓങ് ബാക്ക് 2, ബാഹുബലി 2 കൺക്ലൂഷൻ, ജവാൻ, ബാഗി 2, പൊന്നിയൻ സെൽവൻ പാർട്ട് 1 തുടങ്ങിയ ശ്രദ്ധേയ സിനിമകൾക്ക് ആക്ഷൻ ഒരുക്കിയ ലോക പ്രശസ്തരായ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കെച്ച കെമ്പടിക്കയാണ് ചിത്രത്തിൽ ആക്ഷൻ ഒരുക്കുന്നത്. ലോക പ്രശസ്ത തായ്ലൻഡ് മാർഷൽ ആർട്സ് ചിത്രമായ ഓങ് ബാക്കിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കെച്ച കെമ്പടിക്കയുടെ നേതൃത്വത്തിലുള്ള ടീമിനൊപ്പമാണ് കാട്ടാളൻ ഷൂട്ട് ആരംഭിച്ചിട്ടുള്ളത്. പോൾ ജോർജ്, ജോബി വർഗീസ്, ജെറോ ജേക്കബ് എന്നിവരാണ് സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഉണ്ണിയാറാണ് സംഭാഷണം ഒരുക്കിയത്. ഷമീർ മുഹമ്മദാണ് ചിത്രത്തിന്റെ എഡിറ്റർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.